2034 ലോകകപ്പ് നടക്കുന്നത് സൗദിയിലാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. ഖത്തറിൽ ലോകകപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിലായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും സൗദിയും ഇതെങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യം അവരുടെ നാട്ടിലും നടത്തും എന്നുള്ളത് അവർ തമ്മിലുള്ള ഫൈറ്റിങ്ങിനൊരു ഭാഗമായിട്ട് നമ്മളൊക്കെ കരുതിയതാണ്. ഒരു പ്രാവശ്യം എങ്ങനെയെങ്കിലും സൗദിയും പിടിച്ചെടുക്കും. ഈ സൗദിയിൽപ്പെട്ട ഒരു ചെറിയ നാട്ടിലാണ് മക്ക, പരിശുദ്ധമായ മക്ക എന്ന് പറയുന്ന നാടുള്ളത്. ഈ മക്കയിലാണ് പരിശുദ്ധമായ കഅബ. മുസ്ലിങ്ങളെല്ലാവരും വളരെയധികം ബഹുമാനത്തോടെ ആദരവോടെ കാണുന്ന കഅബയുള്ളത് ഈ മക്കയിലാണ്. ഖുർആനിൽ തന്നെ ഈ കഅബ മക്കയിൽ ഉള്ളതുകൊണ്ട് അന്നത്തെ കാലത്ത് തന്നെ അവിടെയുള്ള സൗദിയിലുള്ള അല്ലെങ്കിൽ മക്കയിലുള്ള പേർഷ്യയിലുള്ള അറബികൾക്ക് അവർ കച്ചവടത്തിന് പല നാട്ടിലേക്കും പോകും. സൂറത്തു ഖുറൈശിൽ ഈ സംഭവം പറയുന്നുണ്ട്. അവരന്ന് തന്നെ കച്ചവടക്കാരായിരുന്നു. പല നാടുകളിലേക്കും ഷാമിലേക്കും ഒക്കെ അവരെന്ത് ചെയ്യും, കച്ചവടത്തിന് പോകും. ഈ പോകുന്ന സമയത്തൊക്കെ അവർ ദൂരയാത്രകളായിരിക്കുമല്ലോ. അപ്പോൾ പല നാടുകളിലും അവർ തങ്ങും, അവർ താമസിക്കും. ഈ താമസിക്കുന്ന സമയത്തൊക്കെ ഈ നാട്ടുകാർ നിങ്ങൾ എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ മക്കയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ നാട്ടുകാർ അവർക്ക് വലിയ സ്വീകരണം കൊടുക്കുന്നതാണ്. കാരണം എന്താ, അവർ കഅബ ഉള്ള നാട്ടുകാരാണ്, കഅബയുടെ അയൽവാസികളാണ് എന്നൊരു പരിഗണന ഓൽക്ക് എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്. അത് ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. ഈ സൂറത്ത് മാത്രം അതിനു വേണ്ടിയിട്ടാണ്, മക്കക്കാർക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് മാത്രം ഒരു സൂറത്ത് തന്നെ ഉണ്ട്. അതാണ് ഈ സൂറത്ത് ഖുറൈശ് എന്ന്. അവരുടെ എല്ലാ പട്ടിണിയും നീങ്ങിയതും അവർക്ക് ഭയത്തിൽ നിന്ന് മോചനം കിട്ടിയതും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി കിട്ടിയതും അവരുടെ നാട് രക്ഷപ്പെട്ടതും ഒക്കെ ഈ കഅബ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഈ പരിശുദ്ധമായ കഅബ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഈ കഅബ ഇല്ലെങ്കിൽ ഇന്ന് ഈ കാണുന്ന സൗദി ഒരു പക്ഷേ ഇത്രയും വലിയ സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉയർച്ചയൊന്നും സൗദിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അത് കഅബ അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഖുർആനിൽ ഈ പറയപ്പെട്ട ആയത്തുകളും ഈ സൂറത്തുകളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളങ്ങളിൽ ഒന്നാണ്, നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും. ഖിയാമത്ത് നാളിൽ വലിയ അടയാളങ്ങളുണ്ട്, ചെറിയ അടയാളങ്ങളുണ്ട്. വലിയ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് കഅബ പൊളിക്കുക, അതുപോലെ തന്നെ ഖുർആൻ ഉയർത്തുക. ഈ ഖുർആൻ ഉയർത്തുക എന്ന് പറയുന്ന ഖിയാമത്ത് നാളിൻ്റെ അന്ത്യ അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ പല നിലക്കും വ്യാഖ്യാനിച്ചവരുണ്ട്. ഒന്നുകിൽ ഭൂമിയിൽ ഖുർആൻ ഓതാൻ ആളില്ലാത്തൊരു കാലം വരും, ഇല്ലെങ്കിൽ ഖുർആൻ നോക്കി ഓതുന്ന ആളുകൾ ഉണ്ടാവില്ല. പിന്നെ ഖുർആനിൻ്റെ അക്ഷരങ്ങൾ ഉയർന്നു പോകും എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഖുർആൻ ഇന്ന് കാണുന്ന നമ്മുടെ മുസ്ഹഫ് മറിച്ച് ഓതുന്ന ആളുകൾ ഉണ്ടാവില്ല. അതിപ്പോൾ നമ്മൾ കണ്ടതാണ്. അങ്ങനത്തെ ആളുകൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു. കുറച്ച് പ്രായമുള്ള ആളുകൾ മാത്രമായിരിക്കും. മുസ്ഹഫ് മറിച്ച് ഇരുന്ന് ഓതുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ബാക്കി മിക്കവാറും ആളുകൾ, നമ്മളൊക്കെ ഇപ്പോൾ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഖുർആൻ നോക്കി ഓതുന്നവർ മിക്കതും മൊബൈലുകളായിരിക്കും. അപ്പോൾ ഈ ഖുർആൻ ഉയർത്തും എന്ന് പറയുമ്പോൾ നമുക്ക് ആ രൂപത്തിൽ വ്യാഖ്യാനിക്കാം. ഖുർആൻ ഒന്നാകെ ഉയർന്നു പോകുന്നില്ലെങ്കിലും ഒന്നുകിൽ ഖുർആൻ ഓതാൻ ആളില്ലാതെ വരും, ഇല്ലെങ്കിൽ ഖുർആൻ മുസ്ഹഫ് മറിച്ച് നോക്കി ഓതുന്ന ആളുകൾ കുറവായിരിക്കും. എല്ലാവരും മൊബൈലിലേക്കും ഡിജിറ്റൽ മാർഗങ്ങളിലേക്കും തിരിയുമെന്നൊക്കെ നമുക്കതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. പക്ഷെ കഅബ പൊളിക്കും എന്ന് പറഞ്ഞത് അത് യാഥാർത്ഥ്യമാണ്. കഅബ പൊളിക്കും. ഒരു പക്ഷേ ഈ യൂറോപ്യന്മാരുടെ ഒരു ചതിയായിരിക്കാം. യൂറോപ്യന്മാർ ഈ സൗദി എന്ന് പറയുന്ന രാജ്യം ഇത്രയും വലിയ സാമ്പത്തികമായ അഭിവൃദ്ധിയും പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കൊണ്ട് ആ നാട് ഉയർന്നു. ഇനി ഒരിക്കലും ആ നാടിന് സാമ്പത്തികമായിട്ട് ആ നാടിനെ വെല്ലാൻ ഒരു പക്ഷേ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഓൾറെഡി സാമ്പത്തികമായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിലും എല്ലാ കാലത്തും യൂറോപ്പിന് അതിങ്ങനെ പിടിച്ചു നിർത്തണമെങ്കിൽ സൗദിയെ പോലെയുള്ള ഒരു സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന രാജ്യത്തെ തകർത്താൽ അവർക്ക് അതിലും വലിയ അതുകൊണ്ട് നേട്ടം കിട്ടും. ഇങ്ങനെയൊക്കെ പല നിലക്കും സൗദിയെ തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന യൂറോപ്യന്മാർ ഒരു പക്ഷേ ഈ കളിയുടെ പേരും പറഞ്ഞുകൊണ്ട്, പിന്നെ യൂറോപ്യന്മാർക്ക് മറ്റൊന്നും കൂടി ഉണ്ടാവും, അഥവാ ഈ സൗദിയിൽ ഈ കഅബ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് ഈ നാടിന് ഇത്രയും വലിയ ഉയർച്ചയും വലിയൊരു അഭിവൃദ്ധിയും ഒക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കിയ യൂറോപ്യന്മാരായിരിക്കും ഈ കഅബയെ തകർക്കുന്നത്. ഒരു പക്ഷേ ഇവിടെയുള്ള അറബികൾ, ഈ സൗദിയിലേക്കുള്ളത് ഭൂരിഭാഗവും വഹാബികളാണ്.
ഈ വഹാബികളുടെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെയൊക്കെ അറിവോടുകൂടെ തന്നെയായിരിക്കും ഒരുപക്ഷെ കഅബ പൊളിക്കപ്പെടുക. അപ്പോൾ ഈ കളിയുടെ പേരും പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന ലോകകപ്പിൻ്റെ വേൾഡ് കപ്പിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ കഅബയെ അവർ കൈവക്കാൻ സാധ്യതയുണ്ട്. ഈ കഅബ പൊളിക്കും എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒന്ന് പുതുക്കി പണിയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി താൽക്കാലികമായി പൊളിച്ച് നീക്കിയിട്ട് വീണ്ടും അവിടെ കഅബ പണിയാൻ അങ്ങനെയും നമുക്ക് അർത്ഥം വെക്കാം. തകർക്കുകയല്ലല്ലോ, പൊളിക്കുകയാണ്. പൊളിക്കുന്നത് പല അർത്ഥത്തിനും ഉണ്ട്. പുതിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊളിക്കും. പക്ഷെ അങ്ങനെ പൊളിക്കുന്നതോടുകൂടെ തന്നെ ആ കഅബയുടെ മഹത്വം അവിടെ പോവുകയാണ്. അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് പറയുന്നത് കഅബ പൊളിക്കുമെന്നാണ്. അതൊരു പക്ഷേ ഈ ഒരു ലോകകപ്പ് ഒരു കാരണമായേക്കാം. യൂറോപ്യന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് സൗദി ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടെ തന്നെ ഒരു പക്ഷേ പല ന്യായങ്ങളും കാരണങ്ങളും ഉന്നയിച്ചുകൊണ്ട്, കാരണങ്ങൾ പലതും പറയാലോ. ഇബ്രാഹിം നബിയുടെ കാലത്തും നൂഹ് നബിയുടെ കാലത്തൊക്കെ കഅബ പൊളിഞ്ഞിട്ടുണ്ടല്ലോ, വീണ്ടും പുതുക്കി പണിതതാണല്ലോ എന്നൊക്കെ പല ന്യായീകരണങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഒരു പക്ഷേ കഅബ പൊളിക്കാനും സാധ്യതയുണ്ട്. സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഒന്നുകിൽ ഈ കളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, അതല്ല കഅബ പൊളിക്കും തകർക്കും എന്നാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും തകർക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും വേൾഡ് കപ്പാണല്ലോ, ലോകം മുഴുവനും കളിയുടെ ആ ഒരു ലഹരിയിൽ അല്ലെങ്കിൽ ആരവത്തിൽ എല്ലാവരും അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ കഅബ പൊളിക്കാനും സാധ്യതയുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കുറച്ച് ആളുകൾ കൂടിയിട്ട് വന്നുകൊണ്ടായിരിക്കും, ഒരു 10,000-60,000 ആളുകൾ വന്നുകൊണ്ടായിരിക്കും കഅബ പൊളിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ സൗദി ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സൗദിയുടെയൊക്കെ അറിവോടുകൂടെ തന്നെ ഈ വഹാബികളുടെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു പക്ഷേ കഅബ പൊളിക്കാൻ അങ്ങനെയും സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഇനി 2034 കഅബ പൊളിക്കും എന്ന് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, സാധ്യതയാണ്. ഏതൊരാളും ഒരു സാധ്യത പറയുമ്പോൾ ഒരു കാലം വെച്ചുകൊണ്ട്, 2025 ഓഗസ്റ്റ് മാസം ലോകത്ത് ഇന്നത് സംഭവിക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്നത് സംഭവിക്കും എന്ന് ഒരു ഡേറ്റ് വെച്ചുകൊണ്ടൊരു പ്രവചനം പറഞ്ഞാൽ ആ ഡേറ്റ് ആകുന്നത് വരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ ഡേറ്റ് ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ഡേറ്റ് അദ്ദേഹം പറഞ്ഞ ഡേറ്റ് 2025 ഓഗസ്റ്റ് ആയിട്ടും അയാൾ ആ പറഞ്ഞത് സംഭവിച്ചിട്ടില്ല എങ്കിൽ ഓക്കെ, അയാളെ നമുക്ക് കുറ്റപ്പെടുത്താം, അയാളോട് നമുക്ക് ചോദിക്കാം. അയാളെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ട്. അല്ലാതെ 2025 മുമ്പ് തന്നെ നിങ്ങൾ പറഞ്ഞത് നടന്നില്ലല്ലോ എന്ന് നമുക്ക് അയാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയുന്നത് 2034 ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടെങ്ങാനും കഅബ പൊളിക്കാനും സാധ്യതയുണ്ട്. ഏതായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അസ്സലാമു അലൈക്കും.